ഉഴുന്ന് വെച്ചിട്ട് ഇത്ര അടിപൊളിയായിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മളിൽ പലർക്കും അറിയത്തില്ല. അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. നമുക്കിത് പായസം പോലെ ഇരിക്കും കുടിക്കാനായിട്ട്. ഇത് നമുക്ക് ഗട്ട് ഹെൽത്തിനും പിന്നെ നടുവേദന, കാലുവേദന, മുട്ടുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കും ആഴ്ചയിൽ 1-2 ദിവസം നമുക്കിത് ധാരാളം ഉണ്ടാക്കി കൊടുക്കാം. വളരെ നല്ലതാണ്. അവരുടെ എല്ലിനൊക്കെ വളരെ നല്ലതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. നമ്മൾ പായസം പോലെ ഇരിക്കും കുടിക്കാൻ. ഇപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 4 പേർക്കൊക്കെ കുടിക്കാൻ പറ്റും. ആ അളവിനാണ് 1/4 കപ്പിൽ 1 കപ്പ് അളവിന് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതിനെ ഇപ്പോൾ നമുക്ക് ഒരു 4-5 വെള്ളം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ പതയൊക്കെ നന്നായിട്ടൊന്ന് പോയി വരണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 മണിക്കൂർ വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ടും നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1/4 കപ്പിൽ 1 കപ്പാണ് ഉഴുന്നെടുത്തത്. അപ്പോൾ നമ്മൾ 4 കപ്പ് വെള്ളം നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു 3-5 വിസിൽ വരെ നമുക്കിതിന് വേണം. അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ശർക്കര പാനി കാച്ചിയെടുക്കാം. ഇപ്പം ഞാനൊരു 100 ഗ്രാം അളവിനാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഈ അളവ് ശർക്കര ചേർത്തപ്പോൾ കറക്റ്റ് ഒരു നല്ല മധുരം തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അല്ല ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാം. ഇല്ല കൂടുതലാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ പ്രഷർ കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ലായിരുന്നു, അല്ലാതെ പ്രഷർ കുക്ക് ചെയ്തെടുത്തതാണ്. കറക്റ്റ് ഒരു 5 വിസിലടിച്ചപ്പോൾ ഇതുപോലെ ആയി കിട്ടി. ഇപ്പോൾ നമുക്ക് ഉഴുന്നിൻ്റെ വെള്ളം സെപ്പറേറ്റായിട്ടും ഉഴുന്ന് സെപ്പറേറ്റായിട്ടും മാറ്റിയെടുക്കാം. വെള്ളം ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ വെള്ളം നമ്മൾ കളയേണ്ട, നമുക്ക് പിന്നീട് ഇത് ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഉഴുന്ന് മാത്രം സെപ്പറേറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു മിക്സി ജാറിനകത്ത് ഇതിനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഉഴുന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത ശേഷം മാത്രമേ നമ്മളിത് അടിച്ചെടുക്കാവൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുമാതിരി വെന്തതുപോലെ ആയിപ്പോവും. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മക്ഷി പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചേർത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അതിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ, നമുക്ക് ഇതൊരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് മിക്സി ഫുള്ളും അതിൽ ഉള്ള എല്ലാം നമ്മളിങ്ങ് എടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സി ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുക്കാം നമുക്ക്. ഇതിപ്പോൾ നമ്മളുടെ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഉഴുന്ന് വേവിച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കൈയിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് മിക്സായി വരുന്നത്. സ്പൂണിൽ ചെയ്യുമ്പോൾ അത്ര ഇതായിട്ട് കിട്ടത്തില്ല. ചെറുതായിട്ട് ഉണ്ട പോലെയൊക്കെ അവിടെ കാണും, തരിതരിപ്പ് കാണും. ഇതിപ്പോൾ കുറച്ചായിട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ഇതിനെ നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ അടുപ്പിലോട്ട് വെക്കാൻ പോകുന്നത്. ഇപ്പം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാച്ചിയ 1 കപ്പ് പാലാണ്. നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക. നമുക്കിതിൽ പാലിന് പകരം കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ചുക്കും കുറച്ച് ഏലക്കായും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചുക്കില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏലക്കപ്പൊടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 3-4 ഏലക്ക നമുക്ക് എടുത്ത് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് 2-3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഇതെല്ലാം നമുക്ക് കുക്ക് ചെയ്തതാണ്, അതുകൊണ്ട് ഒരുപാടിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ശർക്കര പാനി ചേർത്തതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കാൻ പാടില്ല. ചിലപ്പോൾ നമുക്കത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ്. ഇതിപ്പോൾ എനിക്ക് ചെറിയൊരു മധുര കുറവായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി കുറച്ച് ഇരുന്ന് ആ പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഞാൻ ഫുള്ളായിട്ട് തന്നെ പാനി ഫുള്ളും ഒഴിച്ചിട്ടുണ്ട്. ആ എടുത്ത ഫുൾ ശർക്കരയും ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു മധുരം തന്നെ കിട്ടിയത്. അത് നമുക്കിവിടെ വീട്ടിൽ മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ ഒഴിച്ചതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് അല്ലാതെ അറിഞ്ഞുകൂടാത്ത ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയത്തില്ല ഇത് നമ്മൾ ഉഴുന്ന് വെച്ചിട്ടാണ് ഈ ഡ്രിങ്ക് ചെയ്തതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നല്ല ടേസ്റ്റാണ്. ഇത് കുടിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ 100% ഇഷ്ടപ്പെടും. എൻ്റെ മോന് ഞാനിത് ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും നിർബന്ധമായിട്ട് കൊടുക്കുന്ന ഒരു ഡ്രിങ്കാണ്. വളരെ നല്ലതാണ്. കുട്ടികൾക്കും വലിയവർക്കും അതുപോലെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല. വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പണ്ടേ നമുക്കിത് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. നമ്മൾ എന്തൊക്കെയോ
ഒരുപാട് പൈസ ചിലവാക്കി എന്തൊക്കെയോ ചെയ്യുന്നത്. നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഡ്രിങ്കാണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.